Definition of accounting ആണ് ആദ്യം. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transaction and event which are in part at least of financial character and interpreting the result thereof. എന്ന് പറയുന്നത് ഈ ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. ഇപ്പം 1 മാർക്കിനോ 2 മാർക്കിനോ ഈ ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. ഇപ്പോൾ രണ്ടാമതായി വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇത് നമ്മുടെ തിയറിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു 6 മാർക്കിനൊക്കെ അതിനൊന്ന് വിശദീകരിച്ച് എഴുതാനോ അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു 14 മാർക്കിനൊക്കെ ഒരു തിയറി ആയിട്ട് എസ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ അതിൽ ആഡപ്പ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. സിമ്പിളാണ്. ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്: സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, അസർടൈൻമെൻറ്റ് ഓഫ് റിസൾട്ട് ഓഫ് എബോവ് റെക്കോർഡഡ് transactions, ascertainment of financial position of the business, providing information to the user for rational decision making, to know the solvency positions. ഈ 5 പോയിന്റ് അതേപോലെ തന്നെ പഠിക്കാം. ഇത് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡാണ്. അസർടൈൻമെൻറ്റ് ഓഫ് റിസൾട്ട് ഈ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ പൊസിഷനെ അടിസ്ഥാനമാക്കി. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ദ യൂസർ ഓഫ് രാഷണൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതൊക്കെയാണ് ഇതിലെ കുറച്ച് പോയിന്റ്സ്. ഇതും കൂടി അതിൽ ആഡപ്പ് ചെയ്യാൻ പഠിക്കുക. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴെങ്കിലും ചോദിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അങ്ങനെ തന്നെ ചോദിക്കാനാണ് സാധ്യതയുള്ളത്. ഇനി പിന്നെ വരുന്നതാണ്